ഇതുവരെ ഞാൻ നടത്തിയ ഫൈറ്റ് ഷോയിൽ പബ്ലിക് ഇത്രയ്ക്കൊരു ഇൻട്രസ്റ്റും ഭ്രാന്തും കാണിച്ചിട്ടില്ല. കൊള്ളാം, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബോസ്, ഇന്നത്തേക്കൊക്കെ നാളേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് നിങ്ങൾ ജയ്സിങ്ങിനെ അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ? ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ അയാളെ അത്ര പെട്ടെന്ന് ഇവിടുന്ന് വിട്ടയക്കില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ഞാൻ കളക്ട് ചെയ്യണം. അതുവരെ ഞാൻ ഇവരെ ആരെയും വിടില്ല. Шакал! И войска, бум, чик-чик, бум! Рудра! എന്റെ ദൈവമേ, ഞാനും കുടുങ്ങിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദൈവമേ, തല കറങ്ങുന്നു. രുദ്ര, ഒന്ന് രക്ഷിക്കൂ. കൂട്ടുകാരെ, ഇന്നത്തെ ടൈം ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. ഫൈറ്റ് സമമായിരിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം. ഇതേ സമയം ഇതേ സ്ഥലത്ത്. ബിഗിനിങ് തന്നെ ഇത്രയ്ക്ക് അടിപൊളിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഫിനാലെ എങ്ങനെയായിരിക്കും. രുദ്ര ആൻഡ് ഷക്കാളിന്റെ ഫൈറ്റ് നാളെയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് ചീറ്റിംഗ് ആണ്. This is not well. ഈ ഫൈറ്റ് അടിപൊളിയായിരുന്നു. ഇതെന്താ? ഇത് നിന്റെ ഫൈറ്റ് അല്ലേ? ഞാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരുടെ ഫേസും എന്റെ മൈൻഡിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്ക് തീർച്ചയായിട്ടും എന്റെ മുത്തശ്ശനെ കുറിച്ച് അറിയും. ഫ്രീസ്. ഇവളെ എനിക്കറിയാലോ. ഞാനിവളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. നല്ലോണം ആലോചിക്കുക, എവിടെയാ കണ്ടത്? പച്ചക്കറി വിറ്റവളാണോ? അല്ലല്ലല്ലല്ല. എന്നാ പിന്നെ ധോബിയാണോ? അല്ലല്ലല്ലല്ല. ഓ, ഇവളെ ഞാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. ക്ലീനിങ് ലേഡിയാണോ? അല്ലല്ലോ. ചേടാ, എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. കിട്ടിപ്പോയി. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ എവിടെ വെച്ചാ കണ്ടേന്ന് ഓർമ്മയില്ല. ഒരു കുഴപ്പമില്ലാരെങ്കിലോ തീർച്ചയായിട്ടും മുത്തശ്ശനെ കുറിച്ച് അവർക്ക് അറിയാമെന്നാ എനിക്ക് തോന്നുന്നത്. അവള് ഫേസ് കണ്ടില്ലേ? അതിൽ ഒരു എക്സൈറ്റ്മെന്റും ഇല്ല, എക്സ്പ്രഷനും ഇല്ല. അവൾ എന്തോ ഒരു കാര്യം ആലോചിക്കാണ്. അവള് കണ്ടിട്ട് നോർമൽ ഓഡിയൻസ് പോലെ തോന്നുന്നില്ല. അവൾ മുഖത്ത് മാസ്ക് പോലും ഇട്ടിട്ടില്ല. എനിക്ക് പിടികിട്ടി. എനിക്ക് ഓർമ്മ വന്നു. എന്തോർമ്മ വന്നു? അത് പിന്നെ ഞാൻ ഇവളെ കാണുന്ന സമയത്തും അപ്പോഴും ഇവള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചേട്ടാ, എന്നാലും ഞാൻ ഇവളെ എവിടെ കണ്ട്? നാഗേഷ്. യെസ് യെസ് യെസ്, ഇവള് നാഗേഷിന്റെ കൂടെ വന്നവളാണ്. ഞാൻ ഇവൾക്ക് ജ്യൂസും കൊടുത്തതാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം ഉറപ്പ്, മുത്തശ്ശനുള്ള സ്ഥലം തീർച്ചയായിട്ടും അവൾക്കറിയാം. പക്ഷെ ഇവളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നാഗേഷ് താമസിക്കുന്ന അതേ വീട്ടിൽ തന്നെയായിരിക്കും ഇവളും താമസിക്കുന്നത്. നാളെ രാവിലെ നിങ്ങൾ അവളെ വാച്ച് ചെയ്യ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ക്ലൂ കിട്ടും. വേഗം മേലെ അങ്ങോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോകാം.
അത് ശരി. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്നെ പോലെ കൊച്ചു കുട്ടികൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മൈരയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. മൈര രുദ്രയേക്കാളും ഒട്ടും കുറഞ്ഞവളല്ല. ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം. അന്തർ മന്തർ ജാതുക്കൽ അന്തർ സ്ലീപ്പർ. സോറി, എഴുന്നേൽക്ക് വരൂൺ. വേറെന്തെങ്കിലും മാജിക് ചെയ്യാറുണ്ടോ? ഹലോ ഹലോ, എന്താ ഇവള് ഫോൺ എടുക്കാതിരിക്കുന്നത്? ഞാനാണ് മജീഷ്യൻ, ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കോ, ഞാനാണ് ഷക്കാൽ. രുദ്ര, നിന്റെ കാര്യം പോക്ക. അടുത്തത് ജയ്സിംഗ് ചൗഹാന്റെ ചാപ്റ്ററും ഞാൻ ക്ലോസ് ചെയ്യും. നാഗേഷ്, ജയ്സിംഗ് ചൗഹാനെ എനിക്ക് വിട്ടുതരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെക്കുക. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സെരീന, നീ എവിടെയാണ്? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു? എന്ത്? ഷാക്കാൽ, നമ്മൾ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോരാടണം. എങ്കിൽ മാത്രമേ നമുക്ക് സാധാരണ മനുഷ്യരുടെ ലോകത്ത് നിന്നും മാറി നിൽക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇനി അവനെ എനിക്ക് വിട്ടു തന്നേക്ക്. ദൈവം, ഇതെന്നെ വിട്ടേക്ക്. നിങ്ങളുടെ പവർ അറിയാതെ ഞാൻ കളിച്ചു പോയി. ജയ്സിംഗ്, പിന്നെ ഷാക്കാൽ, ദൈവം ചെയ്ത് എന്നെ ഇങ്ങനെ പന്താടരുത്. വിട്ടേക്ക്, ദൈവം ഇതെന്നെ വിട്ടേക്ക്. ഐ എം സോറി, അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി. എന്നെ വിട്ടേക്കൂ. നാഗേഷ്, ഞാൻ ഈ ട്രോൺ യൂസ് ചെയ്ത് അവരെ തടഞ്ഞു നിർത്താം. നാഗേഷ്, പേടിക്കണ്ട. പാമ്പുകടിയുടെ വിഷം മുറിക്കാനുള്ള മരുന്നുണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. എവിടെ അവരൊക്കെ? സോറി, ഞങ്ങൾ അറിയാതെ തെറ്റ് ചെയ്തു പോയി. ഞങ്ങളെ വിട്ടേക്കൂ. ഇനി ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യില്ല. ഇതിനപ്പുറം ഞങ്ങൾ നിങ്ങളുടെ സിറ്റിയിലേക്ക് ഒരിക്കലും വരില്ല. അതേതായാലും നന്നായി. എങ്കിലും ഒരു കാര്യം ചെയ്യാം, എല്ലാവരെയും വേറെ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചേക്കാം. ഇനി നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. എല്ലാ കാര്യവും മറന്നേക്ക്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സിറ്റിയിലേക്ക് തിരിച്ചു പോകൂ. എല്ലാവരും തിരിച്ചു പോയിക്കൊള്ളൂ. വരും, നമുക്കും പോകാം.
എന്താ സംഭവിച്ചത്? എത്ര ആലോചിച്ചിട്ടും ഓർമ്മ വരുന്നില്ലല്ലോ. ജയ്സിംഗ് ചൗഹാൻ, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അവരെല്ലാ കാര്യവും മറന്നുപോയിരിക്കുന്നു. പക്ഷേ ഇതിലൊരു കാര്യം സത്യമാണ്. ഞാൻ മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാൻ ഞാനാണ് ഷകാൽ. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കാൻ ഞാനാണ് ഷകാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇനി നിങ്ങൾ രണ്ടുപേരും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി മുതൽ ഈ സൺ സിറ്റി ഭരിക്കാൻ പോകുന്നത് ഈ ഷകാലായിരിക്കും. വേണ്ട ഷാക്ക, കൂടുതൽ കളിക്കരുത്. ഇത് നിനക്ക് പ്രശ്നമാണ്. ഷാക്ക, ഷാക്ക, ഷാക്ക. ഷടാ, നിങ്ങൾ അവിടെയാണോ? അപ്പൊ ഇവിടെയുള്ളതാരാ? ഷക്കൽ, ജനങ്ങൾ ഇവിടുന്ന് പോകുന്നത് നീ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഡമ്മി ഇമേജ് ക്രിയേറ്റ് ചെയ്തു വെച്ചു. ഞങ്ങൾ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ നിന്നെ വിശ്വസിക്കില്ല. വിശ്വാസം എന്ന വാക്കിന് തനിക്ക് അർത്ഥം അറിയില്ല. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടേതായ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു വെച്ചിരുന്നു. ജയ്സിംഗ് ചൗഹാൻ, നിങ്ങൾ എന്നെ പറ്റിച്ചുവല്ലേ? ഇന്ന് പിടിച്ചോ. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് കാണും. പക്ഷേ പക വീട്ടാനായി ഞാൻ ഇനിയും വരും. പകരം ചോദിക്കാതെ നിന്നെ ഞാൻ വിടില്ല.